ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ സ്വർണ്ണക്കൊള്ളയിൽ നിന്നും തിരിഞ്ഞല്ലോ അല്ലേ? അതായിരുന്നു CPIM-നും വേണ്ടിയിരുന്നത്. സ്വർണ്ണക്കൊള്ള വാർത്തകൾ മനസ്സില്ലാ മനസ്സോടെ കൊടുത്തിരുന്ന റിപ്പോർട്ടറിനും കൈരളിക്കും ഒക്കെ മാങ്കൂട്ടത്തിന്റെ വാർത്ത വലിയ ആവേശത്തിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയന്ന് സ്വർണ്ണക്കൊള്ള നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞുവെന്ന തന്ത്രിയുടെ കുറിപ്പ് കിട്ടിയതോടെ അന്വേഷണ സംഘം ഗൗരവത്തിലെടുക്കുകയാണ്. ശാസ്ത്രീയ പരിശോധന ഫലമായി ഒത്തുനോക്കിക്കൊണ്ട് നിജസ്ഥിതി ഉറപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഈ മസാല കഥകൾ കേട്ട് രസിച്ചിരിക്കുന്ന CPM ഇതൊന്നും കൂടി ശ്രദ്ധിക്കണേ. പിടിച്ചാൽ 2 മന്ത്രി കസേര നിങ്ങൾക്ക് തന്നെ പോക്കാണ്. 2019 തട്ടിപ്പ് ഇക്കൊല്ലം പുറത്തു വന്നപ്പോൾ ആദ്യം അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലാണ് സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞു എന്ന തന്ത്രിയുടെ പരാമർശം ഉള്ളത്. അതോടെ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ SIT ഇറങ്ങിക്കഴിഞ്ഞു. തന്ത്രി കണ്ഠര രാജീവിൽ നിന്നുമാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അഭിപ്രായം എഴുതി വാങ്ങിയിരുന്നത്. ദ്വാരപാലകരിലും ശ്രീകോവിലെ തെക്കും വടക്കുമുള്ള മൂലകളിലും പൂശിയിട്ടുള്ള സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതായി സ്വർണം പൂശി വൃത്തിയാക്കുന്നതിനെ അനുവദിക്കാവുന്നതാണ് എന്നാണ് തന്ത്രിയുടെ കുറിപ്പിൽ കാണുന്നത് എന്ന് വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. 1998 ദ്വാരപാലക ശില്പങ്ങളിലും തെക്കും വടക്കുമുള്ള മൂലകളിലെ തൂണുകളിലും സ്വർണം പൊതിയുകയായിരുന്നു എന്ന വസ്തുത തന്ത്രിയുടെ കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നത് SIT വിലയിരുത്തിയിട്ടുണ്ട്. തന്ത്രി എഴുതിയ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് മുരാരി ബാബു റിപ്പോർട്ട് തയ്യാറാക്കിയതെങ്കിലും തന്ത്രി പറഞ്ഞിരുന്ന സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ എന്നത് മാറ്റുകയായിരുന്നു. ദ്വാരപാലകരുടെ കാര്യത്തിൽ ചെമ്പ് തകിടെന്നും തെക്കും വടക്കുമുള്ള മൂലകളിലെ തൂണുകളിൽ ചെമ്പ് പാളികൾ എന്നുമാണ് മുരാരി വരുത്തിയ ഭേദഗതി. താൻ എഴുതി കൊടുത്ത പോലെയല്ല മുരാരി റിപ്പോർട്ടിൽ എഴുതിയതെന്ന് സെപ്റ്റംബറിൽ മോഷണ വിവരം പുറത്തു വന്നപ്പോൾ കണ്ഠര രാജീവര് പ്രതികരിച്ചതാണ്. ശ്രീകോവിലിന്റെ മുൻഭാഗത്ത് വടക്കും തെക്കും പിൻഭാഗത്ത് വടക്കുമുള്ള തൂണുകളായിരുന്നു കഴിഞ്ഞ 17-ന് ഇളക്കി ശാസ്ത്രീയ പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിച്ചത്. ഇതിൽ പിൻഭാഗത്ത് വടക്കുള്ള തൂൺ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ഇളക്കുകയോ സ്വർണം പൂശുകയോ ചെയ്തിട്ടില്ല. സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിയണമെങ്കിൽ ആ തൂണിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നതും ശാസ്ത്രീയ പരിശോധനയിൽ തെളിയും. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം പത്മകുമാർ ശരിവെക്കുന്നുമുണ്ട്. തന്നേക്കാൾ പരിചയം തന്ത്രി കണ്ഠര രാജീവനാണെന്നും പ്രസിഡന്റായി അധികാരമേൽക്കുന്ന സമയം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ സഹായിയായി ശബരിമലയിൽ ഉണ്ടായിരുന്നുവെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു. തന്ത്രിയുടെ ഇഷ്ടക്കാരനായതുകൊണ്ടാണ് മേൽശാന്തിമാരും ഉദ്യോഗസ്ഥരും പോറ്റിക്ക് ശബരിമലയിൽ സ്വാതന്ത്ര്യം അനുവദിച്ചത്. തന്ത്രിയും ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും പോറ്റിക്ക് നൽകിയ മുൻഗണന താനും തുടരുകയായിരുന്നു. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി അടുപ്പമുള്ളതായി പോറ്റി അവകാശപ്പെട്ടിരുന്നുവെന്നും പത്മകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണം പൂശുന്നത് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക നടപടികൾ തന്റെ ഭരണസമിതി മാറ്റം വരുത്തിയിട്ടില്ല എന്നും അവകാശപ്പെട്ടിരുന്നു. സന്നിധാനത്ത് വെച്ച് നടത്തുവാനുള്ള അസൗകര്യം കണക്കിലെടുത്താണ് പാളികൾ കൃത്യമായി അളവ് രേഖപ്പെടുത്തി കൈമാറിയതെന്നും ന്യായീകരണം എത്തി. അങ്ങനെ മുഴുവനായിട്ട് മാങ്കൂട്ടം വിഷയം കത്തി നിൽക്കുമ്പോൾ സ്വർണ്ണപ്പാളിയെ കരിച്ചു കളയാതെ 2 മന്ത്രിമാർ ഉടൻ അറസ്റ്റിലാകുമെന്ന മുന്നറിയിപ്പ് കൂടി CPM നിങ്ങൾക്ക് നൽകുന്നു.